എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. എന്റെ പെർമിഷൻ ചോദിക്കാൻ അതിന്റെ മുഖം പിടിച്ച് എന്റെ ലിപ്സ് ഇങ്ങനെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ, ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. അവള് തീരുമാനിച്ചതല്ല, ഞാൻ തീരുമാനിച്ചതല്ല. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ തീരുമാനിച്ചതല്ല. ഇങ്ങനെയുള്ള നിലപാട് ഒന്നെങ്കിൽ അനുമോൾ ഒന്നെങ്കിൽ നീ. അനുമോൾ പോയില്ല, നീ പോകും. ഞാൻ പോകും. ശിവരാമ, നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്. അബദ്ധം കാണിക്കല്ലേ. അബദ്ധം അറിയാതെ പറ്റുന്നതല്ലേ, ഇത് അറിഞ്ഞു ചെയ്യാൻ പോകുന്നതാടാ. ഞാൻ പോയിക്കോളാം. വാക്കാണ്. ഒരു താളത്തിന് തള്ളി. അനുമോളെ എവിക്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു. അത് നമ്മൾ വേറെന്താ ചെയ്യല്ലേ, അങ്ങനെ തീരുമാനിക്കല്ലേ. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്. ആ തീരുമാനത്തിൽ എന്റെ അടുത്ത് ആദില നൂറെ ഈ സിനിമയില് നീ വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഷുവർ, താങ്ക് യു. നോ, ഗെറ്റ് ഓഫ്. ഷട്ട് അപ്പ്. മഹാനട മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. പൊട്ടനും പോയി, പണ്ടനും പോയി, പോട്ടും കിട്ടി.